കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു നേതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിനിമയിലെ സൂപ്പർ താരമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തി ഇന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ കുറിച്ച് തന്നെയാണ്. സിനിമയിൽ നായകനായി അഴിമതിക്കെതിരെ പോരാടുന്നതും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും കാണുന്നത് വളരെ എളുപ്പമാണ്, അല്ലെ? എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം സാധ്യമാകും? ഈ ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്താൻ ഇന്ന് തമിഴ്നാട് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ വിജയുടെ ഭരണത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിലെത്തിയ ഉടൻ വിജയ് ഒപ്പുവെച്ച ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതി. അതോടൊപ്പം മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രത്യേക ടാസ്ക് ഫോഴ്സുകളും വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സേനയും അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ചില തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ വിലയിരുത്തേണ്ടത് ആദ്യ ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നുമല്ല. ആ തീരുമാനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് വിലയിരുത്തേണ്ടത്. വിജയുടെ രാഷ്ട്രീയ വിജയത്തിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന കാരണമാണത്. ദശാബ്ദങ്ങളായി സംസ്ഥാന രാഷ്ട്രീയം രണ്ട് വലിയ മുന്നണികൾക്കിടയിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു രാഷ്ട്രീയ ബദലായിട്ട് വിജയ് രംഗത്ത് വരുന്നത്. യുവാക്കളും ആദ്യമായി വോട്ട് ചെയ്യാനെത്തിയവരും വലിയ തോതിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. മാത്രവുമല്ല, സിനിമയുണ്ടാക്കിയ പരിവേഷവും അദ്ദേഹത്തിന് ഗുണം ചെയ്തു. വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിരവധി ക്ഷേമ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം, കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സാമ്പത്തിക സഹായം, കർഷകർക്കുള്ള വായ്പാ ഇളവുകൾ, നെയ്ത്തുകാരുടെ ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവയൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയാണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ഒരു നിർണായക ചോദ്യമുണ്ട്. ഇത്രയും വലിയ പദ്ധതികൾക്ക് വേണ്ട പണം എവിടെ നിന്നാണ് വരുന്നത് എന്നത്. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിജയുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വർഷത്തിൽ ഏകദേശം 1 ലക്ഷം കോടി വരെ അധിക ചെലവ് വരുമെന്നാണ്. തമിഴ്നാടിന്റെ ധനസ്ഥിതിക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് എന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് ഒരു മികച്ച നേതാവിന്റെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ആ വാഗ്ദാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരത തകർക്കാതെ നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള ദൗത്യം. ആ ദൗത്യമാണ് വിജയുടെ മുന്നിൽ ഇനിയുള്ളത്. വിജയുടെ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അദ്ദേഹം ക്ഷേമവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ് എന്നാണ്. അതേസമയം അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പറയുന്നതാകട്ടെ സിനിമയിലെ ജനപ്രീതി ഭരണപരമായ കഴിവിന് പകരമാകില്ല എന്നതാണ്. ചരിത്രം നോക്കിയാൽ തമിഴ്നാട്ടിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാക്കൾ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. MGRും ജയലളിതയും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളുമാണ്. പക്ഷെ അവർ അധികാരത്തിലെത്തിയ ശേഷം ജനപ്രീതി മാത്രം ആശ്രയിച്ചിരുന്നില്ല. ശക്തമായ ഭരണ സംവിധാനവും രാഷ്ട്രീയ സംഘടനയും അവർ വളർത്തിയെടുത്തു. അങ്ങനെയാണ് അവർ തമിഴ്നാടിനെ അടക്കി ഭരിച്ചിട്ടുള്ളത്. ഇന്ന് വിജയ്ക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. ആരാധകരെ പ്രവർത്തകരാക്കുക, ജനപ്രീതിയെ ഭരണക്ഷമതയാക്കി മാറ്റുക, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ മഹത്വം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ അളക്കപ്പെടില്ല. സ്കൂളിലെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നുണ്ടോ, യുവാക്കൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നുണ്ടോ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ടോ, കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരു സർക്കാരിന്റെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ. അതുകൊണ്ട് തന്നെ ഇന്ന് വിജയെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും ഒരേ കാര്യം കാത്തിരിക്കുകയാണ്: പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഫലങ്ങൾ കാണാൻ വേണ്ടി. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്താൻ കഴിയുമോ എന്നതാണ് വിജയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക. സിനിമയിലെ നായകനിൽ നിന്ന് ചരിത്രത്തിലെ മുഖ്യമന്ത്രിയായി മാറാനുള്ള യാത്ര വിജയിപ്പിക്കാൻ വിജയ്ക്ക് സാധിക്കുമോ, അതോ ജനങ്ങളുടെ പ്രതീക്ഷകളുടെ ഭാരം അദ്ദേഹത്തെ വെല്ലുവിളിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുക വരാനിരിക്കുന്ന വർഷങ്ങൾ തന്നെ ആയിരിക്കും.